പേഴ്സണലി ഒരു ഗെയിമിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. പഠിത്തമാണെങ്കിൽ അതിന് ഞാൻ തീരെ ഫോക്കസ് കൊടുക്കാറുമില്ല. എനിക്ക് എക്സ്റ്റേണലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ചില സമയങ്ങളിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചു പോയ സംഭവമാണ് ഈ വെബ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് ഞാൻ ഇതുവരെ റിയൽ വേൾഡിൽ അത് യൂസ് ആക്കിയിട്ടില്ല ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഗെയിമിങ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ എന്തായിരുന്നു പ്രോബ്ലം? ദ മെയിൻ പ്രോബ്ലം ഓഫ് ക്യാൻറ്റീൻ വാസ് ഫുഡ് ഷോർട്ടേജ്, അതല്ലെങ്കിൽ ഫുഡ് വേസ്റ്റേജ്. ഇത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്ത ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിനൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി മൊത്തം പ്രോസസ്സിനെയും ഡിജിറ്റൈസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് നമുക്കെത്തി. അപ്പോൾ അതിലൂടെ നമുക്ക് ഇത് മൊത്തം ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഐഡിയ മജിദ് സാറാണ് ഷെയർ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് കാരണം വാലിഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടാണ്ടായിട്ട് പോകുന്നുണ്ട്, ഫുഡ് ഷോർട്ടേജ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു മെയിനായിട്ടുള്ള ഞങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലം. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് KMCPCEMcafe.com എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം സിമ്പിളായിരുന്നു. അതേപോലെ സിമ്പിൾ സൊല്യൂഷനാണ് വേണ്ടത്. ഫീസിബിൾ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം പ്രിൻസിപ്പൾ സജസ്റ്റ് ചെയ്ത് അത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് HOD ഫാക്കൽറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തി. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്, അത് നമ്മളെ കുട്ടികൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അവർ ട്രെയിൻ ചെയ്യുക. അങ്ങനെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ കൊടുത്തു. ആ സമയത്ത് ഇജാസ് അതേപോലെ വേറെ 2 കുട്ടികൾ മുമ്പിൽ വന്നു. അതിൽ ഇജാസ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആയ രീതിയിൽ ഫീസിബിളായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നു. അതെ, പൊതുവെ ഇതുപോലുള്ള പ്രോബ്ലം വരുമ്പോൾ അല്ലേ ഔട്ട്സൈഡ് വെൻഡേഴ്സിനെയാണ് അപ്രോച്ച് ചെയ്യാറ്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ മേലിൽ ഇതുപോലെ നല്ലൊരു കോൺഫിഡൻസും ട്രസ്റ്റും അല്ലേ കൊടുത്തു. അതോടൊപ്പം അവർക്ക് ആവശ്യമായ ഗൈഡൻസും മെൻറ്ററിങ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഇതുപോലുള്ള ഒരു സ്റ്റാർട്ടപ്പിനുള്ള ഒരു സീഡ് നമ്മുടെ KMCT ക്യാമ്പസ് കാസർഗോഡ് നിന്ന് വന്നിരിക്കുകയാണ്. കൂടെയുള്ളത് ഡോക്ടർ റഹ്മത്ത് സഫീന മാഡമാണ്. HOD ആണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്. അതോടൊപ്പം പ്രൊഫസർ അബ്ദുൽ മജീദ് സാറാണ്. അതോടൊപ്പം നമ്മുടെ റിയൽ ഹീറോ ആയിട്ടുള്ള ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇജാസാണ്. സോ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആദ്യമായിട്ട് പ്രിൻസിപ്പൽ സാർ ഞങ്ങളെ ഏൽപ്പിച്ചത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിരുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനാദ്യം നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനും പിന്നെ അതിനൊരു സ്റ്റുഡൻറ്റ് ലോഗിനും പിന്നെ അഡ്മിൻ ലോഗിൻ ഉണ്ടാക്കാനും. അപ്പോൾ ആ അഡ്മിൻ ലോഗിൻ അവർക്ക് സ്റ്റുഡൻറ്റ് കൊടുക്കുന്ന ഓർഡർ അവർക്കത് PDF ആയിട്ടോ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു 10 o'clock ആകുമ്പോഴത്തേക്ക് അവർക്ക് ആ ഓർഡർ കിട്ടണം. പിന്നെ ആ ഓർഡർ ഒരു നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് റീസെറ്റും ചെയ്യണം. കാരണം നെക്സ്റ്റ് ഡേക്കുള്ള ഓർഡറും കൂടി നെക്സ്റ്റ് ഡേ അത് റിഫ്രഷ് ചെയ്ത് വരണം. ഈ വെബ്സൈറ്റ് പിന്നെ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് മെയിനായിട്ട് മോട്ടീവ് കിട്ടിയതെന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് പുറത്തു വെച്ച 17 SDG ഗോൾസ് ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതിൽ 12ാമത്തെ ഗോള് അതായത് റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളൊരു പ്രചോദനം ഏറ്റെടുത്ത് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുകയുണ്ടായി. അതായത് പ്രൊഡക്ഷനും കൺസംഷനും ഈക്വൽ ആയിരിക്കണം, ആ ഒരു രീതിയിൽ ഞങ്ങൾ ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് 0 ഫുഡ് വേസ്റ്റേജും 0 ഫുഡ് ഷോർട്ടേജുമായിരിക്കും. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ എയിം. സാർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്നിലേക്ക് ആദ്യം എത്തിച്ചത് മജീദ് സാറായിരുന്നു. മജീദ് സാർ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് എന്താണ് ശരിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരെ സമയം വേസ്റ്റ് ആക്കാനും പാടില്ല. അതേപോലെ അഡ്മിന് അവർക്ക് സിമ്പിളായിട്ട് സൊല്യൂഷൻ കിട്ടണം. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കോൺസെപ്റ്റാണ്, കുട്ടികൾ ഓർഡർ ചെയ്യും, അവർക്ക് എന്താണോ വേണ്ടത് അത് ഡയറക്റ്റ് അവർ ഓർഡർ ചെയ്യും. ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻറ്റീൻ പീപ്പിൾക്ക് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പീപ്പിൾക്ക് അവർക്ക് പെട്ടെന്ന് ഒരു PDF ആയിട്ട് കിട്ടണം. ആ PDFിൽ അവരെന്താണോ ഓർഡർ ചെയ്തത്, ഉദാഹരണത്തിന് ബിരിയാണി ഓർഡർ ചെയ്താൽ ടോട്ടൽ എത്ര ബിരിയാണി ഓർഡർ ചെയ്ത്, അതേപോലെ ആരൊക്കെയാണ് ബിരിയാണി ഓർഡർ ചെയ്തത്, അവരെ കുട്ടികളുടെ പേര്, മൊബൈൽ നമ്പർ, ബ്രാഞ്ച്, അതേപോലെ ആരൊക്കെ ഓർഡർ ചെയ്തു, ടോട്ടൽ എത്ര മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഡീറ്റെയിൽ, അങ്ങനെ ഓരോ ഐറ്റമും അതിൽ ആരൊക്കെ ഓർഡർ ചെയ്ത് എടുത്താൽ PDF ആണ് അവർക്ക് കിട്ടുന്നത്. അത് പെട്ടെന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചാൽ അവർക്ക് ടൈം വേസ്റ്റ് ഇല്ലാത്ത പെട്ടെന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ സോ മാഡമാണ് പിന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിലേക്ക് നയിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെഞ്ചറിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്. സോ നമ്മുടെ KMCT ക്യാമ്പസിൽ മാഡത്തിൻ്റെ ആ ഒരു ലീഡിങ് പൊസിഷനിൽ കൂടി അല്ലേ കൂടുതൽ ഇതുപോലുള്ള ഇനീഷ്യേറ്റീവിന് സൗകര്യമൊരുക്കുന്നുണ്ടോ അല്ലേ? ഒരുക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ സ്റ്റാർട്ടപ്പിലൂടെ നമുക്ക് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് എന്താണ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അപ്പം ബാക്കിയുള്ള കുട്ടികൾ, ഇതിനോട് താല്പര്യമില്ലാത്ത കുട്ടികളും ഇത് കാണുമ്പം എന്ത് ചെയ്യും, അവരും കൂടി ഇതിലേക്ക് അടുത്ത് വരും. അങ്ങനെ നമുക്ക് നല്ലൊരു കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി ഒരു ഗെയിമിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. പഠിത്തമാണെങ്കിൽ അതിന് ഞാൻ തീരെ ഫോക്കസ് കൊടുക്കാറുമില്ല. എനിക്ക് എക്സ്റ്റേണലി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ചില സമയങ്ങളിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചു പോയ സംഭവമാണ് ഈ വെബ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് ഞാൻ ഇതുവരെ റിയൽ വേൾഡിൽ അത് യൂസ് ആക്കിയിട്ടില്ല ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഗെയിമിങ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ നമ്മളെ കുട്ടികളുടെ ഡിസ്ട്രാക്ഷൻ ഇങ്ങനെ ആയിരിക്കണം, ഫോക്കസ് മാറി സ്കിൽ ഡെവലപ്മെൻറ്റിലേക്കുള്ള ഡിസ്ട്രാക്ഷൻ അങ്ങനെ പോകണം ഗെയിമിങ്ങിനേക്കാളും. ഇജാസ് നമ്മളെ കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മളെ എയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്യാൻറ്റീൻ ഓട്ടോമേഷനാണ്. അപ്പോൾ ആദ്യ ലെവലിൽ നമ്മൾ ഓർഡർ ഓട്ടോമേഷൻ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വിത്തിൻ 2 ഡേയ്സിലാണ് ഇജാസ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുമോ എങ്ങനെയാണ് ഇതിൻ്റെ? നമുക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതായത് KMCT semcafe.com എന്നടിച്ചാൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് വഴി കയറിയാലും മതി. എന്നിട്ട് നമുക്കിവിടെ സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാം. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനുള്ള പേജാണിത്. അതുപോലെ തന്നെ അഡ്മിന് ക്യാൻറ്റീനിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാൻ അഡ്മിൻ ലോഗിനുണ്ട്. അപ്പോൾ ഈ 2 ലോഗിനിൽ സ്റ്റുഡൻസിന് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം സ്റ്റുഡൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഓതറൈസ്ഡ് ഫോൺ നമ്പറേ സ്വീകരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഫീച്ചർ എന്തിനാണെന്ന് വെച്ചാൽ പുറത്തുനിന്നായിരിക്കും ഇത് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. അഡ്മിനുകാർ, അതായത് ക്യാൻറ്റീനിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ ലിസ്റ്റാക്കി വെച്ച നമ്പറിൽ അവർക്ക് അഡ്മിൻ ഡാഷ്ബോർഡിൽ അത് അവർക്ക് സെറ്റ് ചെയ്യാം. നമ്പേഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നൽകിയിട്ടുള്ള നമ്പർക്കല്ലാതെ വേറൊരു നമ്പറിനും ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോളേജിലെ നമ്മളെ ക്യാമ്പസിലെ ഫാക്കൽറ്റീസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും മാത്രമായിരിക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഒരു വെരിഫൈഡ് നമ്പർ അടിച്ചുകൊണ്ട് അവരുടെ ഫോൺ നമ്പറും പിന്നെ അവരുടെ ബ്രാഞ്ചും അതുപോലെ തന്നെ അവരൊരു 6 ഡിജിറ്റ് പിന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതായത് ഇത് ഓർഡർ നൽകുമ്പോൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ബ്രാഞ്ചോ അതെന്തെങ്കിലും അടിച്ച് തെറ്റി എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിലി ഈ 6 ഡിജിറ്റ് പിന്ന് യൂസ് ചെയ്യാനുള്ളതാണ്. ഒരുപാട് തവണ ഈ OTP അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെ ചെയ്ത് അവർക്ക് സൈൻ ചെയ്യാം. എന്നിട്ട് സൈൻ ഇൻ ചെയ്ത് അവർക്ക് അവരുടെ ഓർഡർ ചെയ്യാം മെനുവിൽ. അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെരിഫൈഡ് നമ്പർ ഞാൻ യൂസ് ചെയ്യാണ്. വെരിഫൈഡ് നമ്പർ ഞാൻ യൂസ് ചെയ്ത് ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ 6 ഡിജിറ്റ് പിന്നടിക്കുകയാണ്. സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്തതിന് ശേഷം ഇന്നത്തെ മെനു അവർക്ക് കാണാവുന്നതാണ്. ഇത്രയാണ് അവർക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത് ഓർഡർ പ്ലേസ് ചെയ്ത ഓർഡർ ഇവിടെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. ഇനി നമുക്ക് അഡ്മിൻ ഡാഷ്ബോർഡ്, അതായത് അഡ്മിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അഡ്മിൻ ഡാഷ്ബോർഡ് ആക്സസ് ചെയ്യണമെങ്കിൽ പ്രത്യേകതരം ഇമെയിലും പാസ്വേഡും ഉണ്ട്. ആ പാസ്വേഡ് ഇമെയിലും അടിച്ചാൽ മാത്രമേ കയറാൻ പറ്റൂ. അഡ്മിൻ ഡാഷ്ബോർഡ് നമ്മൾ ആക്സസ് ചെയ്താൽ ആദ്യം കാണുന്ന ഡാഷ്ബോർഡിലെ ഡാറ്റ ആയിരിക്കും. അതായത് ഇന്ന് മൊത്തം എത്ര ഓർഡേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ന് ജനറേറ്റ് ചെയ്ത റവന്യൂ, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള മെനു ഐറ്റംസ്. ഇപ്പോൾ നിലവിൽ 0 ഐറ്റംസ് ആണ് മെനുവിലുള്ളത്. പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സ്, അതായത് ഇവിടെ പ്രോസസ്സിങ്ങിലാണ് എല്ലാ ഓർഡേഴ്സും ഉള്ളത്. അതൊന്നെങ്കിൽ കൺഫേം കൊടുക്കണം അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കണം. എന്നാലേ അത് പ്രോസസ്സിംഗ് എന്ന് പറയും, പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയും. പിന്നെ ഇവിടെ മൊത്തം ഹിസ്റ്ററി ഉണ്ട്. ഇത് ആദ്യം മുതലേ ഓർഡർ ചെയ്ത എല്ലാ കുട്ടികളുടെയും ഫുൾ ഹിസ്റ്ററി
അതൊരു ഡേറ്റയ്ക്ക് വേണ്ടി ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് എക്സൽ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവിടെയാണ് ഡെയിലി ഓർഡർ അതിൻ്റെ ഡേറ്റ കിടക്കുന്നത്. അത് ഓർഡർ സമ്മറിയിൽ നമ്മൾ പോയാൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആ മൊത്തം ഡേറ്റ വേണമെങ്കിൽ ഒരു PDF ആയിട്ട് ഡൗൺലോഡും ചെയ്യാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ നമ്പേഴ്സ് മാനേജ്മെൻറ്റ്. ഇവിടെയാണ് അഡ്മിന് ഒരു നമ്പറിനെ ഓതറൈസ് ചെയ്യുന്നത്. ഇതിൽ നമ്പർ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇനി ആരെങ്കിലും നമ്മുടെ കോളേജിൽ ആരെങ്കിലും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ നമ്പർ വെച്ചിട്ട്, നമ്മളെ കോളേജിൽ തന്നെ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ആ നമ്പർ ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആ നമ്പർ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബാൻ ചെയ്യുമ്പോൾ അഡ്മിൻ അവരുടെ പാസ്വേഡ് അടിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ ബാൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് അഡ്മിൻ ഡാഷ്ബോർഡിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്മിൻ എങ്ങനെയാണ് അവരുടെ മെനു അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അവർക്ക് സിംപ്ലി ഇവിടെ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ചിക്കൻ ബിരിയാണി. അവർക്ക് സിംപ്ലി ഇവിടെ അവരുടെ മെനുവിൽ ഓർഡർ ചെയ്യേണ്ട ഫുഡും അതിൻ്റെ റേറ്റും പിന്നെ അതിന് മാച്ചാവുന്ന ഒരു ഇമോജിയും കൊടുത്ത് സിംപ്ലി ആഡ് ഐറ്റം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മെനുവിൽ ഈ ഐറ്റം ആഡ് ആയിട്ടുണ്ടാവും. ഇത് ഇനി സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഈസിലി ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റുഡൻസിൻ്റെ മെനുവിൽ വന്ന് കിടക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ വെബ്സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മൊബൈൽ ആപ്പായിട്ടും അവൈലബിൾ ആണ്. മൊബൈൽ ആപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് ആദ്യം പ്രിൻസിപ്പൽ സാർ പറഞ്ഞത്. ബട്ട് അതിന് ഡെവലപ്പ് ചെയ്യുന്ന മുമ്പോടിയായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ആ പ്രൊസീജിയർക്ക് കഴിഞ്ഞാൽ ആപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, സോ കുട്ടികൾക്ക് മൊബൈൽ വഴി വളരെ ഈസിലി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ക്യാമ്പസിലല്ല വേറെ ക്യാമ്പസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ഇത് പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ക്യാമ്പസിലല്ലേ ഒരു നല്ലൊരു ഈറ്റിംഗ് അല്ലേ, തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം ഭക്ഷണം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അതിനെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാനും അല്ലേ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സിൻ്റെ റിസൾട്ടാണ്.